ഹലോ നമസ്കാരം. നമ്മുടെ മഴതോരും മുമ്പയുടെ നാളത്തെ അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. മഴതോരും മുമ്പേ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും ഹൈപ്പ് ചെയ്തിട്ടും വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, സ്റ്റോറിയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ അലീനയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ബാലചന്ദ്രൻ. അലീന ഭക്ഷണം കഴിച്ചതിൻ്റെ പ്ലേറ്റൊക്കെ എടുത്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് വന്നതാണ്. അങ്ങനെ മരുന്നൊക്കെ കൊടുത്ത് സാറിൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ പോകാൻ ഉദ്ദേശിച്ച് വന്നതാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നമുക്ക് കുറച്ച് നേരം സംസാരിച്ചാലോ, വേഗം ജോലി തീർത്ത് നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നമുക്ക് കുറച്ച് നേരം സ്നേഹനികേതനത്തിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കാം എന്ന് പറഞ്ഞ് അലീനയെ അവിടെ പിടിച്ചിരുത്തുകയാണ് ബാലചന്ദ്രൻ. അലീന പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, പക്ഷെ സാരമില്ല, എന്താണെങ്കിലും പേഷ്യൻറ്റിൻ്റെ ആരോഗ്യമാണ് പേഷ്യൻ്റാണ് പ്രധാനം, അതുകൊണ്ട് കുറച്ച് നേരം ഞാൻ ഇവിടെ ഇരിക്കാം എന്ന് പറയാണ്. അങ്ങനെ അലീന അവിടെ ഇരിക്കുമ്പോൾ അങ്ങനെ അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. നീ എത്ര നാളായി അവിടെ എത്തിയിട്ടെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും എനിക്കറിയില്ല, ജനിച്ച് 1-2 ദിവസത്തിന് ഉള്ളിൽ തന്നെ ഞാൻ അവിടെ എത്തിയെന്നാണ് ബ്രിജിത്ത മമ്മി എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്ന് അലീന പറയാണ്. ആരവിടെ കൊണ്ടുവന്ന് തന്നതെന്നോ അങ്ങനെ എന്തെങ്കിലും സൂചന ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അലീനയോട്. അപ്പോൾ ബാലചന്ദ്രൻ്റെ ചോദ്യങ്ങളൊക്കെ എങ്ങോട്ടാണെന്ന് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഒന്നും തുറന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അലീന ഒന്നും മറുപടി കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കറിയില്ല, ആരാ കൊണ്ടുപോയി കൊടുത്തതെന്നൊന്നും എനിക്കറിയില്ല എന്നാണ്. അന്നേരം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഈ കുഞ്ഞിരാമൻ മേനോനും ബ്രിജിത്താമ്മയും ആയിട്ട് എന്തായിരുന്നു കണക്ഷൻ എന്ന് ചോദിക്കുമ്പോൾ അലീന ആകെ ഷോക്കായി പോവാ കേട്ടോ. അപ്പോൾ അലീന, അതെനിക്കറിയില്ല സർ, പിന്നെ മുത്തശ്ശൻ അവിടെ കുറേ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് മമ്മി എന്ന് പറയാണ്. അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ലേ നിന്നോട് എന്ന് ചോദിക്കുമ്പോൾ അലീന ആകെ ഷോക്കായി പോവാണ്. എന്താ ഇപ്പോൾ സാറ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവാതെ ബാലചന്ദ്രനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ വീണ്ടും ചോദിക്കുകയാണ്, പിന്നെ നിന്നെ കാണാനായിട്ട് ഓടിപ്പാഞ്ഞ് അങ്ങോട്ടേക്ക് വന്നല്ലോ, ബ്രിജിത്ത മമ്മി ഇങ്ങനെ അസുഖം കൂടുതലായി എന്നറിഞ്ഞ സമയത്ത് തന്നെ നിന്റെ ബ്രിജിത്താമ്മ ഇവിടെ വന്നു, മുത്തശ്ശന് ഞങ്ങളുടെ വൈജയുടെ അച്ഛനെ കാണാനായിട്ട് വന്ന് ഉടനെ തന്നെ മനുവിനെയും കൂട്ടിയിട്ട് കുഞ്ഞിരാമൻ മേനോൻ എന്തിനാണ് അങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കറിയില്ല സാർ, എന്തിനാ വന്നതെന്നൊന്നും എനിക്കറിയത്തില്ല, മുത്തശ്ശൻ അവിടെ വന്ന് പോയതിന് ശേഷമാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്, അവരുടെ വീട്ടിലേക്കാണ് നീ പോകുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു എന്ന് പറയാട്ടോ. അത്ര മാത്രമേ പറഞ്ഞുള്ളൂ നിന്നോട്, അങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അലീന എന്ത് മറുപടി പറയണമെന്നറിയാതെ ആകെ ഇങ്ങനെ അമ്പരന്നിങ്ങനെ നിൽക്കുകയാണേ. അപ്പോൾ ബാലചന്ദ്രൻ വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന ഇങ്ങനെ മറുപടി പറയാനിങ്ങനെ മടിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ ആ ബെഡിലായിരുന്നു ആദ്യം ഇരുന്നിരുന്നത്, പിന്നെ അവിടെ നിന്ന് മാറി അലീനയുടെ അടുത്ത് കസേരയിട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കറക്റ്റായിട്ട് എന്നോട് മറുപടി പറയണം കേട്ടോ എന്ന് പറയണേ. കാരണം അലീനയ്ക്ക് കള്ളം പറയാനുള്ളൊരു കഴിവില്ല, പക്ഷേ കുറേ കാര്യങ്ങൾ മറച്ചു പിടിക്കാനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കുറച്ച് അപ്രിയ സത്യങ്ങൾ മറച്ചു പിടിക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ അലീനയ്ക്ക് കള്ളം പറയാൻ അറിയത്തില്ല. കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയണേ. അപ്പോൾ അലീന എന്താണ് ഇനിയിപ്പോൾ ചോദിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, കുഞ്ഞിരാമൻ മേനോൻ വന്നിട്ട് പോയതിന് ശേഷം നിന്റെ ബ്രിജിത്ത മമ്മി നിന്നോടൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ആ പറഞ്ഞു, അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു. എന്തിനാ പോകുന്നത് എന്ന് പറഞ്ഞില്ലേ, ആ വീണ് കാലിന് പൊട്ടലുള്ള ഒരു മുത്തശ്ശിയുണ്ട്, അവരുടെ ഭാര്യ, അവരെ നോക്കാനായിട്ട് കൊണ്ടുപോവാണെന്ന് പറഞ്ഞു എന്ന് പറയാണ് അലീന. കുഞ്ഞിരാമൻ മേനോൻ അവിടെ വന്നിട്ട് നിന്നോട് സംസാരിച്ചു എന്ന് ചോദിക്കുക കേട്ടോ. എന്നോട് സംസാരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്താണ് നിന്നോട് പറഞ്ഞത്? എന്നോട് പേര് ചോദിച്ചു, അത്രമാത്രം, പിന്നെ എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു എന്ന് പറയാട്ടോ. അത്രയൊക്കെ ചെയ്തല്ലേ? കുഞ്ഞിരാമൻ മേനോൻ അവിടെ വന്നിട്ട് ഭാര്യയെ സംരക്ഷിക്കാനുള്ള, ഭാര്യയെ പരിചരിക്കാനുള്ള ഒരു വരം തന്നിട്ടാണല്ലേ അവിടെ നിങ്ങോട്ട് പോകുന്നത് എന്ന് പറയാണ്. അലീന എന്ത് മറുപടി പറയണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അലീന ആ സമയത്ത് പെട്ടെന്ന് ബാലചന്ദ്രൻ്റെ ചോദ്യം കേട്ട സമയത്ത് അവിടുന്ന് ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രനും എഴുന്നേറ്റിട്ട് അലീനയുടെ അടുത്തേക്ക് തന്നെ ചെല്ലുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിന്നെ വെറുതെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതായിരിക്കുമോ? ഇത്രയും ദൂരത്ത് വന്നിട്ട് കൂട്ടിക്കൊണ്ടുവരണമെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അത് സാർ എന്നിങ്ങനെ പറയുമ്പം എന്താണ് കാരണമെന്ന് അലീനയ്ക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അലീന ഒന്നും പറയുന്നില്ല കേട്ടോ.
ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ, അലീന അന്ന് പറഞ്ഞല്ലോ അച്ഛനെയും അമ്മയെയും കണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഒരാളെ നീ കണ്ടു എന്ന് പറഞ്ഞല്ലോ, അത് ആരെയാണ് കണ്ടത്, അച്ഛനെയാണോ അമ്മയാണോ എന്ന് ചോദിക്കുമ്പോൾ അലീന അതിനും മറുപടി പറയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. വേണ്ട എന്നാ പറയണ്ട, ഞാൻ ചോദിക്കുന്നില്ല ആരെയാണ് കണ്ടതെന്ന് ഞാൻ അങ്ങോട്ട് പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ അലീന ആകെ ഞെട്ടിപ്പോവാണ്. എന്താ സാറ് പറയാൻ പോകുന്നത് എന്ന് ചിന്തിച്ചിട്ട് ഇങ്ങനെ ഞെട്ടിപ്പോവാണ്. അന്നേരം ബാലചന്ദ്രൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട്. അന്ന് പോകുന്നതിന് ശേഷം നിന്നോട് ബ്രിജിത മമ്മി ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു, അല്ലാതെ വേറൊന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത്ര മാത്രമേ പറഞ്ഞുള്ളൂ, നിന്നെ കൊണ്ടുപോകാൻ വരുന്നത് ആരാണെന്നാണ് നിന്നോട് പറഞ്ഞത്, ബ്രിജിത മമ്മി നിന്നോട് എന്താണ് പറഞ്ഞത്, ഈ കുഞ്ഞിരാമൻ മനോൻ ആരാണ് നിന്റെ എന്നാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ, കുത്തി കുത്തി ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലാവാണ് എന്തൊക്കെയോ കാര്യങ്ങൾ ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയാട്ടോ. അപ്പോൾ ശരിക്കും ഈ കുഞ്ഞിരാമൻ മേനോൻ നിന്റെ ആരാണ് എന്ന് ചോദിക്കുമ്പം അലീന അങ്ങനെ പിന്നെ പറഞ്ഞു പോവാണ് മുത്തശ്ശൻ എന്ന് പറയാട്ടോ. അപ്പം ബാലചന്ദ്രൻ അതെ മുത്തച്ഛൻ, എങ്ങനെ മുത്തച്ഛനായി, വെറുതെ മുത്തച്ഛൻ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ അച്ഛനായിരിക്കണമല്ലോ എന്ന് പറയാട്ടോ. അപ്പം എന്ത് മറുപടി പറയണമെന്നറിയാതെ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് അലീന, ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അലീന. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് സ്വന്തം അമ്മയുടെ അച്ഛനെ മുത്തശ്ശൻ എന്നല്ലാതെ പിന്നെ എന്ത് പറഞ്ഞാണല്ലേ പരിചയപ്പെടുത്തുക എന്ന് ചോദിക്കുമ്പം അലീന ആകെ ഷോക്കായിട്ട് ബാലചന്ദ്രനെ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പം ബാലചന്ദ്രനാണെങ്കിൽ ആ ഒരു ഭാവഭേദവും ഇല്ലാത്ത ഇങ്ങനെ അലീനയെ തന്നെ നോക്കിക്കണം. അലീനയ്ക്കാണെങ്കിൽ ഒരുപാട് സങ്കടമാണോ സന്തോഷമാണോ ഒരുപാട് വിഷമം, ഇതൊക്കെ ഇനിയിപ്പോൾ എല്ലാം തീർന്നു എന്നുള്ള ഒരു മട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് അലീന. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ശരിയല്ലേ, സ്വന്തം അമ്മയുടെ അച്ഛനെയല്ലേ നമ്മൾ മുത്തശ്ശൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ്റെ അച്ഛനെയാണ് നമ്മൾ മുത്തശ്ശൻ എന്ന് വിളിക്കുന്നത്, അങ്ങനെ ഒരു ബന്ധം നമ്മൾ തമ്മിൽ എന്താണെങ്കിലും ഇല്ല, നീ മുത്തശ്ശൻ എന്ന് വിളിക്കുന്നത് വൈജയുടെ അച്ഛനെയാണ്, അപ്പോൾ വൈജ നിൻ്റെ അമ്മയാണോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അലീന എന്ത് മറുപടി പറയണമെന്നറിയാതെ ഇങ്ങനെ തകർന്ന് നിൽക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് സ്വന്തം അമ്മയുടെ അച്ഛനെ പിന്നെ മുത്തശ്ശൻ എന്നല്ലാതെ വേറെ എന്താണ് വിളിക്കുക അല്ലേ എന്ന് പറയണേ. അതുകൂടി കേട്ടപ്പോൾ അലീനയ്ക്ക് കാര്യം മൊത്തം മനസ്സിലാവാണ്, ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അലീനയോട് ഇങ്ങനെ ബാലചന്ദ്രൻ പിന്നീട് സംസാരിക്കുന്നുണ്ട്, നീ ഇത്രയും നാളും നിങ്ങളൊക്കെ അന്വേഷിച്ച് നടന്നില്ലേ എന്താണ് എൻ്റെ സ്വഭാവത്തിന് കാരണമെന്ന്, ഇതാണ് കാരണം എന്ന് പറയണം. അപ്പോൾ അലീന സംശയത്തോട് കൂടിയിട്ട് നോക്കുമ്പോൾ ഇനി നീ എന്നെ അങ്ങനെ നോക്കണ്ട, എന്താ കാര്യമെന്ന് എനിക്ക് മനസ്സിലായി എന്ന് നിനക്കും മനസ്സിലായല്ലോ, അത് തന്നെ കാരണം, വൈജയ്ക്ക് വിവാഹത്തിന് മുൻപ് ജനിച്ച മകളാണ് നീ എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞു, അത് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് എന്നുകൂടി നിനക്ക് അറിയണ്ടേ എന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടിയുടെ വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ആ കാര്യം അങ്ങനെ അത് വഴിയാണ് അറിഞ്ഞത് എന്ന് പറയായിരിക്കും ചെയ്യുന്നത് കേട്ടോ. രണ്ടൊരു കാര്യമുണ്ട്. അപ്പോൾ അലീന ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് അലീനയെ മനസ്സിലാക്കണം. അപ്പോൾ ഇനി ഒരു മറുപടി അങ്ങോട്ടേക്ക് ഇല്ലല്ലോ, ഇനിയിപ്പോൾ എന്താണ് ഇതിനെ പറയേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നിന്നെ ഞാൻ ഇതിൽ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം നീ ഇതിൻ്റെ ബലിയാടാണ്, ഞാനും അതെ, നമ്മൾ രണ്ടുപേരും ഇതിൽ പെട്ടുപോയതാണ്, ചതിക്കപ്പെട്ടവരാണ് നമ്മൾ രണ്ടുപേരും, ഇനി നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കണം, നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് നീങ്ങണം എന്ന് പറയാട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ ഒരു വിഷമത്തോട് കൂടിയിട്ട് ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് നിന്നോട് യാതൊരു വിരോധവും ഇല്ല, നിന്നെ ഞാൻ എൻ്റെ മകളായിട്ടാണ് കാണുന്നത്, നീ എനിക്ക് മകൾ തന്നെയാണ്, എനിക്ക് നിന്നോട് യാതൊരു ദേഷ്യവുമില്ല, നീ എൻ്റെ പെറ്റാണ്, അത്രയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിന്നെ എന്നൊക്കെ അലീനയോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇനി നീ വിഷമിക്കേണ്ട, നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനുണ്ട്, നിനക്ക് അച്ഛനായിട്ട് തന്നെ ഞാനുണ്ട്, നിനക്ക് എന്നെ അച്ഛനായിട്ട് നീ എന്നെ അച്ഛനായിട്ടാണ് കാണുന്നതെന്ന് എനിക്കറിയാം, ഞാനും പറഞ്ഞു നീ എനിക്ക് മകൾ തന്നെയാണെന്ന്, ഇനി നിൻ്റെ കൂടെ ഞാനുണ്ട്, എന്ത് കാര്യത്തിനും ഞാനുണ്ട്, ഇത്രയും നാൾ നിന്നതുപോലെയല്ല, ഇത്രയും നാളും ഒരു ഹോം നേഴ്സ് ഒരു ഹൗസ് ഓണർ എന്നുള്ളൊരു ലെവലിലായിരുന്നു നിന്നതെങ്കിലും ഇനി മുതൽ ശരിക്കും നമ്മൾ അച്ഛനും മകളും തന്നെയാണ് എന്ന് പറയാണ് അലീനയോട് ബാലചന്ദ്രൻ. ഇതെല്ലാം കേട്ട ആ ഒരു ഷോക്കിൽ അലീന ആകെ ഇങ്ങനെ തകർന്നു പോകട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് പൊക്കോ, നിനക്ക് ഒരുപാട് ജോലി ഉള്ളതല്ലേ എന്നൊക്കെ പറയുമ്പോൾ അലീന പിന്നെ അവിടുന്ന് ആ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് താഴേക്ക് പോവുകയാണ്. അപ്പോൾ താഴേക്ക് പോകുന്ന സമയത്ത് അലീന ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രനെ. ബാലചന്ദ്രൻ അലീനയെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് അലീന ആ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് കിച്ചണിലേക്ക് പോവുകയാണ്. കിച്ചണിലെത്തിയ സമയത്ത് അലീന ഇങ്ങനെ ആകെ അമ്പരന്ന് അത് കേട്ട ബാലചന്ദ്രൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നുള്ള കാര്യം അറിഞ്ഞ ഒരു ഷോക്കുണ്ടല്ലോ അതിൽ നിന്നും മുക്തിയായിട്ടില്ല. ആ സമയത്ത് അലീന അത് തന്നെ ഇങ്ങനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ബാലചന്ദ്രൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ആ സമയത്ത് അലീന ഇങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആകെ വിഷമവും സങ്കടവും എന്തൊക്കെയോ ഒരു ഫീലിംഗ് തോന്നുകയാണ് അലീനയ്ക്ക്.
പിന്നീട് കാണിക്കുന്നത് അലീന പിന്നെ ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷായി മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകാൻ ഇങ്ങനെ വരുന്ന സമയത്ത് മുകളിൽ നിന്ന് നമ്മുടെ ബബിത ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ബബിതയും കൃഷ്ണയും രോഹിത്തും കൂടെ എന്നിട്ട് അലീനയോട് സംസാരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അലീന ഇവിടെ നിന്ന് പോകണം എന്നുള്ള രീതിയിൽ, എന്നാൽ ഈ ഫാമിലി ഒന്ന് സെറ്റ് ആവുള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. കൃഷ്ണയും പറയുന്നുണ്ട് ചേച്ചി ഇനി ഇവിടെ നിൽക്കണ്ട, ചേച്ചി പൊക്കോ എന്ന് പറയണേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനും അമ്മയും പഴയതുപോലെ വേണം, അത് ചേച്ചി കാരണമാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എനിക്കതിൽ അത്ര വിശ്വാസം ഇല്ലെങ്കിലും പക്ഷേ ചെറുതായിട്ടൊക്കെ എനിക്കൊരു ഇത് തോന്നുന്നുണ്ട്. കാരണം ചേച്ചി വരുന്നതിന് മുൻപ് ഇത്രയൊന്നും പ്രശ്നങ്ങൾ ഈ വീട്ടിൽ ഉണ്ടായിട്ടില്ല. ചേച്ചിയുടെ പേരും പറഞ്ഞാണ് അമ്മ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ശരിയായിരിക്കാം, പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെയും അമ്മയും വേണം എന്ന് തന്നെ പറയാണ് കൃഷ്ണയും. അപ്പോൾ ബബിതയും രോഹിത്തും ഒക്കെ അവിടെ ഉണ്ട്. ആ സമയത്ത് വൈജയന്തിയും അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. വൈജയന്തി ഇവരുടെ സംസാരം കേട്ടിട്ട് ചെല്ലുകയാണ്. പക്ഷേ വൈജി ഒന്നും സംസാരിക്കുന്നില്ല. കൃഷ്ണയും ബബിതയും സംസാരിക്കുന്നത് കേട്ട് നിൽക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് ഞാൻ എപ്പോഴേ പോകാൻ റെഡിയാണ് കൃഷ്ണമോളെ, നിങ്ങളിങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ അച്ഛനോടൊന്ന് സംസാരിക്കും. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അച്ഛൻ പറയുന്ന ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് പോകാം എന്ന് പറയുമ്പോൾ അച്ഛൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. ആ ഒരു ധൈര്യത്തിലല്ലേ നീ ഇത് പറയുന്നത് എന്ന് രോഹിത് ദേഷ്യത്തോട് കൂടിയിട്ട് പറയണം. എനിക്ക് അങ്ങനെ ഒരു ധൈര്യവുമില്ല. നിങ്ങളുടെ അച്ഛൻ നിർബന്ധിച്ചിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അച്ഛൻ പറഞ്ഞാൽ മാത്രമേ ഇനി എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. ഇത്രയും ദിവസത്തെ പോലെ ആയിരുന്നില്ല. ഇന്ന് മുതൽ നിങ്ങളുടെ അച്ഛൻ പറഞ്ഞാൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് അലീന മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുക കേട്ടോ. ആ സമയത്ത് വൈജയന്തിയും മക്കളും ആകെ ഇങ്ങനെ എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് മുത്തശ്ശി അവിടെ ബെഡിൽ ഇങ്ങനെ എഴുന്നേറ്റ് ഇരിക്കുന്നതാണ് അലീനെ കാണുന്നത്. അങ്ങോട്ട് ചെല്ലുമ്പോൾ അലീന പറയുന്നുണ്ട് ആഹാ തന്നെ എഴുന്നേൽക്കാനൊക്കെ ആയല്ലോ, ആ മുത്തശ്ശി നല്ല മാറ്റം വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ഞാനൊന്ന് എഴുന്നേറ്റ് നോക്കിയതാണ്, എത്ര നാളായി കിടപ്പ് കിടക്കുന്നു എന്നൊക്കെ പറയണം. എന്താണ് അവിടെ ഒരു ബഹളം കേട്ടത് എന്ന് ചോദിക്കുമ്പോൾ അതിവിടെ സാധാരണയല്ലേ മുത്തശ്ശി, എല്ലാവരുടെയും ആവശ്യം ഞാൻ ഇവിടെ നിന്ന് പോകണമെന്നാണ്, പക്ഷേ സാർ എന്നെ വിടുന്നുമില്ല, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയണേ. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് എന്താ ഇപ്പം ഞാനിതിന് മറുപടി പറയാം, ബാലചന്ദ്രൻ നിന്നോട് ഇവിടെ നിൽക്കാൻ പറയുന്നു, വൈജയും മക്കളും പോകാനും പറയുന്നു എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് ഇപ്പം എൻ്റെ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് വന്നേക്കാണ് ഈ കുടുംബം. ഈ കുടുംബത്തെ കൈ താങ്ങി പിടിച്ച് നിർത്തേണ്ടത് ഞാനാണ്. ഒരു വള്ളത്തിൽ ഒരുമിച്ച് പോകുമ്പോൾ രണ്ട് സൈഡും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവേണ്ടത് ഞാനാണ്. ഒരു വശത്ത് അമ്മയും മക്കളും, ഒരു വശത്ത് ബാലചന്ദ്രൻ സാറ്. ഒരു ടീമാണെങ്കിൽ വള്ളത്തിന് തുളയിട്ടുകൊണ്ട് വെള്ളം മുക്കി താഴ്ത്താനും ശ്രമിക്കുന്നു. ഇതൊന്നും ചെയ്യാതെ ആ ഓട്ട അടച്ച് അതിനെ സംരക്ഷിക്കേണ്ടതും ഞാൻ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇതിനൊക്കെ നിന്നെ കൊണ്ട് പറ്റുമോ, ഇത്രയൊക്കെ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യാനും മാത്രം നിൻ്റെ സ്ഥാനം എന്താണ്, നീ ആരാണ് ഇവിടുത്തെ എന്നൊക്കെ ചോദിക്കുമ്പോൾ മകൾ എന്ന് പറയട്ടെ, ഞാൻ ഇവിടുത്തെ മകളാണ് എന്ന് പറയുമ്പോൾ മകളോ നീ ഇവിടുത്തെ മോളോ, ആരുടെ മോളോ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ സാറിൻ്റെ മകളാണ് ഞാൻ, എനിക്ക് ആ ഒരു പദവിയാണ് ഇവിടെ തന്നിരിക്കുന്നത് എന്ന് പറയണം. ഇത്രയും നാളും ഒരു ഹോം നേഴ്സായിരുന്നു, പിന്നെ പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ളൊരു സ്ഥാനത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ബാലചന്ദ്രൻ സാറിൻ്റെ മകളാണ് ഞാൻ, ആ ഒരു സ്ഥാനമാണ് എനിക്ക് തന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി ആകെ ഷോക്കായിട്ട് നിൽക്കുക കേട്ടോ. നിന്നെ മകളായിട്ട് അങ്ങനെയൊക്കെ പറയണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടായിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്ക് അറിയത്തില്ല മുത്തശ്ശി, ചില കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളൊന്നും ഇപ്പോൾ എനിക്ക് മുത്തശ്ശിയോട് പറയാനും പറ്റത്തില്ല എന്ന് പറയണം. എന്നിട്ട് മുത്തശ്ശിയുടെ അടുത്ത് വന്നിരുന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചാൽ മുത്തശ്ശി എന്നോട് സത്യം പറയുമോ, മുത്തശ്ശി എന്നോട് എന്തെങ്കിലും പറയാതിരുന്നിട്ടുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് കാര്യങ്ങളാണ് നിന്നോട് മറച്ചു വെച്ചിട്ടുള്ളത്, ഞാൻ എല്ലാ കാര്യങ്ങളും നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതല്ല മുത്തശ്ശി എന്തെങ്കിലുമൊക്കെ എന്നോട് പറയാതിരുന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നോട് പറയാതിരുന്ന ഒരേ ഒരു കാര്യമാണുള്ളത്, അത് പക്ഷേ നിന്നോട് പറയാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറയാട്ടോ. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് അത്രയും ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു കാര്യമാണ്, അങ്ങനെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് പറയാത്തത്, അല്ലാതെ നിന്നോട് ദേഷ്യം ഉണ്ടായിട്ടോ പരിഭവം ഉണ്ടായിട്ടോ ഒന്നുമല്ല എന്നിങ്ങനെ പറയണം. എന്നാൽ ഞാനൊരു കാര്യം അങ്ങോട്ടേക്ക് ചോദിക്കട്ടെ മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് അലീന ഒരു കാര്യം ചോദിക്കട്ടോ. എന്താന്ന് മുന്നേ മുത്തശ്ശി ഇങ്ങനെ അതിശയത്തോട് കൂടിയിട്ട് അവളിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് പണ്ട് മാഡം ആഗ്രയിൽ താമസിച്ചിരുന്ന സമയത്ത് മാഡത്തിന് ഒരു പ്രണയം ഉണ്ടായിരുന്നോ, ഒരു പ്രേമം ഉണ്ടായിരുന്നോ മുത്തശ്ശി എന്ന് ചോദിക്കുകയാണ് അലീന. അത് കേട്ടപ്പോൾ മുത്തശ്ശി ആകെ ഷോക്കാവും കേട്ടോ. അലീന ഇങ്ങനെ ഞെട്ടിക്കൊണ്ട് നോക്കുന്നുണ്ട്. നീ എന്താ ചോദിച്ചത്, എന്താ പറഞ്ഞതെന്നിങ്ങനെ ചോദിക്കുമ്പോൾ അല്ല ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ആഗ്രയിൽ വെച്ചിട്ട് മാഡത്തിന് വല്ല പ്രണയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അലീന. നിന്നോട് ആര് പറഞ്ഞു ഇങ്ങനെയൊക്കെയെന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാനത് മനസ്സിലാക്കിയെടുത്തൊരു കാര്യമാണ്, ആരും പറഞ്ഞതൊന്നുമല്ല, മനസ്സിലാക്കിയൊരു കാര്യമാണ്. പിന്നെ അന്ന് ഗംഗാധരൻ സാറ് വന്നപ്പോഴും മാഡത്തോട് ആഗ്രയിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ എനിക്ക് തോന്നിയൊരു ഡൗട്ട് വെച്ചിട്ട് ഞാൻ ചോദിച്ചതാണ്. മുത്തശ്ശിക്ക് എന്നോട് വിശ്വാസം ഉണ്ടെങ്കിൽ എന്നോട് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ അലീനയോട് പറയുന്നുണ്ട് ഞാൻ എനിക്ക് നിന്നിൽ വിശ്വാസക്കുറവൊന്നുമില്ല, പക്ഷേ ഇതൊരു കുടുംബത്തിൻ്റെ കാര്യമല്ല, അതുകൊണ്ടാണ്
ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ പറയാഞ്ഞത്. ഞാൻ നിന്നോട് എന്തെങ്കിലും കാര്യം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു കാര്യം മാത്രമാണ് എന്ന് പറയണം. എന്നിട്ട് അപ്പോഴും അലീന പറയുന്നില്ല കേട്ടോ മുത്തശ്ശി. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഞാൻ ചോദിച്ചതിന് മുത്തശ്ശി മറുപടി പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ, അന്ന് ആഗ്രയിൽ താമസിക്കുന്ന സമയത്ത് അവൾക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു, ഒരു പട്ടാളക്കാരനുമായിട്ട്, ഗംഗാധരൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പട്ടാളക്കാരനുമായിട്ട് ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അത് കേട്ടതും അലീന ആകെ ഷോക്കായിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങനെ എഴുന്നേൽക്കുക കേട്ടോ. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ആ ഒരു ബന്ധത്തിൽ നിന്ന് അവളെ അകറ്റി കൊണ്ടുവന്നത് കൊണ്ടാണ് അവൾക്ക് കൂടുതലും ഇത്രയും അവളുടെ സ്വഭാവമൊക്കെ ഇങ്ങനെ മാറിയത് എന്ന് പറയാട്ടോ. അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ വേറെ എന്താ, വേറെ ഒന്നുമില്ല എന്ന് പറയാട്ടോ. അതല്ല, വേറെ എന്തെങ്കിലും കൂടുതലായിട്ട് വേറെ സംഭവം. അപ്പോൾ അലീനയ്ക്ക് എങ്ങനെയെങ്കിലും വൈജ ഗർഭിണിയായതും പ്രസവിച്ചതും ആ കുഞ്ഞിനെ എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് അറിയണം. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും മുത്തശ്ശി പറയുന്നില്ല, ആ കുഞ്ഞിനെ പ്രസവിച്ച കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മാത്രമാണ് മുത്തശ്ശി പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കേട്ടിട്ട് അലീന ആകെ ഷോക്കായിട്ട് ഇങ്ങനെ മുത്തശ്ശിയെ നോക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി വേറൊന്നും പറയാതെ പതുക്കെ അവിടെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അലീന വീണ്ടും എന്തോ ചോദിക്കാൻ ശ്രമിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല കുഞ്ഞെ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഒഴിഞ്ഞു മാറുകയാണ് മുത്തശ്ശി എന്നുള്ള കാര്യം അലീനയ്ക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ അലീന പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വൈജയന്തി അവിടെ ഇരിക്കുന്നത് കാണുക കേട്ടോ. വൈജയന്തി അവിടെ ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അലീന കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് വൈജയന്തിയെ. പിന്നീട് കിച്ചണിലേക്ക് ഇങ്ങനെ പോകണം. കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് അലീനയോട് വൈജയന്തി പറയുന്നുണ്ട്, അവിടെ നിൽക്കുക എന്ന് പറയണം. എന്നിട്ട് അലീന അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എനിക്കിനി ഇതിൻ്റെ പുറകെ ഓടാൻ വയ്യ, എനിക്ക് നിന്നോട് യുദ്ധം ചെയ്യാൻ വയ്യ, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ കുടുംബം പഴയതുപോലെ ആയി കിട്ടണം, അതിനെന്താ നിനക്ക് ചെയ്യാൻ പറ്റുക, അത് നീ ഒന്ന് ചെയ്യും, എനിക്കിനി വേറൊന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ അലീനയും പറയുന്നുണ്ട്, എനിക്കും ഇനി വേറൊന്നും ചെയ്യാനില്ല, ഇനി സാറ് പറയാതെ എനിക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാട്ടോ. അപ്പോൾ അതുകൂടി കേട്ടപ്പോൾ വൈജയ്ക്ക് വീണ്ടും ദേഷ്യം കൂടുകയാണ്. വൈജ പറയുന്നുണ്ട്, നീ എൻ്റെ കുടുംബം തകർത്തേ അടങ്ങുള്ളൂ അല്ലേ, നീ വന്നതിൽ പിന്നെ എൻ്റെ കുടുംബം ഇങ്ങനെയായി പോയി, ഏതോ ഒരു സ്ത്രീ എവിടെയോ പിഴച്ചു പറ്റ നിന്നെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നതാണ് ചെയ്ത തെറ്റ്, എൻ്റെ അച്ഛനെ പറഞ്ഞാൽ മതി, മനുവിനെയും ബാലചന്ദ്രനെയും പറഞ്ഞാൽ മതി നിന്നെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വളരെ മോശമായിട്ട് വളരെയധികം താഴ്ത്തി കെട്ടി സംസാരിക്കുകയാണ് അലീനയെ പറ്റിയും അലീനയുടെ അമ്മയെ പറ്റിയൊക്കെ. അതായത് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വൈജയന്തി അറിയാതെ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എൻ്റെ അമ്മ അങ്ങനെ ഒരു സ്ത്രീയാണോ, എങ്ങനെയുള്ള സ്ത്രീയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അവരുടെ സ്വഭാവം എന്തുകൊണ്ടാണ് അങ്ങനെ ആയതെന്നും ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഒരിക്കലും അവരുടെ വയറ്റിൽ ഞാൻ ജനിക്കരുതായിരുന്നു എന്ന് ഞാനിപ്പോൾ ചിന്തിച്ചു പോവുകയാണ് എന്നിങ്ങനെ അലീന പറയാം കേട്ടോ. അത് കേട്ടതും വൈജയന്തി അങ്ങനെ ഞെട്ടിപ്പോകുന്നു കേട്ടോ. എന്നിട്ട് അങ്ങനെ വൈജയന്തി അങ്ങനെ അമ്പരന്ന് പോകണ്ടേ, ഏതോ ഒരു സ്ത്രീയിൽ ഇങ്ങനെ ജനിച്ചത് എന്നുള്ള രീതിയിലല്ലേ പറയണത്. അപ്പോൾ അലീന ആ ഒരു രീതിയിൽ ഇങ്ങനെ സംസാരിച്ചിട്ട് കിച്ചണിലേക്ക് പോവുകയാണ്. അപ്പോൾ അലീന പോകുന്ന സമയത്ത് അലീന ഒരു കാര്യം കൂടി പറയുന്നുണ്ടായിരുന്നു, ആഗ്ര ചരിത്രത്തിൽ ഒരു പട്ടാളക്കാരനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അലീന പെട്ടെന്ന് അവിടെ നിന്ന് പോകട്ടോ. അത് കേട്ടതും വൈജയന്തി ആകെ ഷോക്കായിട്ട് എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ആകെ ഇങ്ങനെ നിൽക്കുകയാണ് വൈജയന്തി. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വരാം, എന്തെങ്കിലുമൊക്കെ ഭാഗങ്ങൾ കട്ടാവാനോ അല്ലെങ്കിൽ ഡയലോഗുകളൊക്കെ മാറാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക.